ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നിർജീവമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനത്തിൽ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സമ്പദ് വ്യവസ്ഥ അസ്ഥിരമാകുമ്പോഴും ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയിലേക്കുള്ള പാതയിലാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെതിരായ വിമർശനങ്ങളിൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമെതിരെ മോദി ആഞ്ഞടിച്ചു. വാരണാസിയിൽ 2200 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. റഷ്യയും ഇന്ത്യയും നിർജീവ സമ്പദ് വ്യവസ്ഥകളാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിന്റെ വിമർശനം. ഇതിന് പരോക്ഷമായി മറുപടി നൽകിയായിരുന്നു വാരാണസിയിലെ പൊതുറാലിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് മോദി വ്യക്തമാക്കി. ആഗോള അസ്ഥിരതയുടെ അന്തരീക്ഷമാണ് ലോകത്തുള്ളത്. എല്ലാ രാജ്യങ്ങളും അവരുടെ വ്യക്തിഗത താൽപര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധി നേരിടുമ്പോൾ ഇന്ത്യയും സാമ്പത്തിക താൽപര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവാനുള്ള കുതിപ്പിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज दुनिया की अर्थव्यवस्था कई आशंकाओं से गुजर रही है. अस्थिरता का माहौल है. ऐसे में दुनिया के देश अपने अपने हितों पर फोकस कर रहे हैं. अपने अपने देश के हितों पर ध्यान केंद्रित कर रहे हैं. भारत भी दुनिया की तीसरी सबसे बड़ी अर्थव्यवस्था बनने जा रहा है. ഓപ്പറേഷൻ സിന്ദൂറിലെ വിമർശനങ്ങളിൽ കോൺഗ്രസിനെതിരെയും മോദി ആഞ്ഞടിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ രൗദ്രരൂപം ഓപ്പറേഷൻ മഹാദേവിലും കണ്ടു. വേദന താങ്ങാനാകാതെ പാകിസ്ഥാനൊപ്പം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കരയുകയാണെന്നും മോദി വിമർശിച്ചു. पाकिस्तान दुखी है ये तो सब कोई समझ सकता है, लेकिन पाकिस्तान का ये दुख कांग्रेस और सपा से सहन नहीं हो पा रहा. उधर आतंक का आकार होता है, इधर कांग्रेस सपा वाले आतंकियों की हालत को देखकर रोते हैं. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്തത് കോൺഗ്രസിന് ദഹിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ കോൺഗ്രസ് തമാശയായാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ സേനയുടെ ആത്മവീര്യത്തെ കോൺഗ്രസ് നിരന്തരം അപമാനിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.